നമസ്തേ പ്രിയമുള്ള പ്രേക്ഷകരെ, നാം ഇവിടെ ചർച്ച ചെയ്യുന്നു ജ്യോതിഷ വിഷയം നിങ്ങളുടെ നാളെയിൽ നാം ചർച്ച ചെയ്യുന്നത് നാളെ 2026 മെയ് മാസം 26 തീയതി, അതായത് 1201 ഇടവ മാസം 12 തീയതി മംഗളവാരം ചൊവ്വാഴ്ചത്തെ ശുഭാശുഭ ഫലങ്ങളാണ്. നാളെ ചൊവ്വാഴ്ചത്തെ രാഹുകാലം നിങ്ങൾക്കറിയാം. 3 മുതൽ 4:30 വരെയുള്ള സമയമാകുന്നു രാഹുകാലം. ആ 1.5 മണിക്കൂർ ദൈർഘ്യ സമയം നാം ശുഭകാര്യങ്ങളൊന്നും തന്നെ അനുഷ്ഠിക്കാറില്ല. നാളത്തെ സൂര്യോദയം തൃശ്ശൂർ കാലത്ത് 6:05, അസ്തമയം വൈകിട്ട് 6:38. നാളത്തെ ദിനത്തിൻ്റെ പ്രത്യേകത, നാളെ വെളുത്തപക്ഷത്തിലെ ഏകാദശിയാകുന്നു. കൃഷ്ണക്ഷേത്ര ദർശനത്തിന് വളരെ അനുകൂലമായ ദിനമാകുന്നു ഏകാദശി, പ്രത്യേകിച്ച് കറുത്തപക്ഷത്തിലെ ഏകാദശി. പക്ഷേ കറുത്തപക്ഷമായാലും വെളുത്തപക്ഷമായാലും ഏകാദശിക്ക് കൃഷ്ണക്ഷേത്രത്തിൽ വളരെ പ്രാധാന്യമുണ്ട്. വെണ്ണ നിവേദ്യവും തുളസിമാലയും പാൽപായസവും നാം കൃഷ്ണന് സമർപ്പിക്കുന്ന ദിനമാണ് ഏകാദശി. വൈകുണ്ഠ ഏകാദശി ഏറ്റവും പ്രസിദ്ധമായ ഗുരുവായൂരിലെ ഉത്സവ ദിനമാണെന്ന് നിങ്ങൾക്കറിയാം. നാളത്തെ നക്ഷത്രം അത്തം നക്ഷത്രമാകുന്നു. വെളുത്തപക്ഷത്തിലെ അത്തം വളരെ വിശേഷമാണ്. കറുത്തപക്ഷത്തിലെ അത്തമാണെങ്കിൽ അതിന് കാല് എന്നൊക്കെ നാം പറയും, പാദദോഷമുണ്ട്. പക്ഷേ വെളുത്തപക്ഷത്തിലെ അത്തം വളരെയധികം ബലവാനാണ്. കാരണം ചന്ദ്രനാണ് അത്തം നക്ഷത്രത്തിൻ്റെ ആധിപത്യമുള്ള ഗ്രഹം. രോഹിണി, അത്തം, തിരുവോണം. വെളുത്തപക്ഷത്തിൽ രോഹിണി, അത്തം, തിരുവോണം നക്ഷത്രക്കാർ പൗർണമിയോട് അനുബന്ധിച്ച് ജനിക്കുകയാണെങ്കിൽ നല്ല മനസ്സിന് ബലവും മാതാവിന് വളരെയധികം ഗുണത്തെയും പ്രദാനം ചെയ്യുന്നതായിരിക്കും. നാളെ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ശുഭകാര്യങ്ങൾക്കായി 12:05 മുതൽ 1:05 വരെയുള്ള സമയം ശുഭകാര്യങ്ങൾക്ക് വളരെ അനുകൂലമാണ്. എല്ലാ കാര്യങ്ങളും ചെയ്യാൻ ശ്രദ്ധിക്കുക. നാളെ ചന്ദ്രൻ ദേവീഗ്രഹമാണ്, ചൊവ്വാഴ്ചയാണ്. അതിനാൽ ഭദ്രകാളി ക്ഷേത്രത്തിൽ രക്തപുഷ്പാഞ്ജലി, കടുംപായസം വഴിപാടായി സമർപ്പിക്കുന്നതും ശത്രുദോഷം മാറാൻ ശത്രുമുട്ട് നാളികേരം കൊണ്ട് ചെയ്യുന്നതും വളരെ അനുകൂലമാണ്. ഭദ്രകാളി മൂലമന്ത്രം ഞാൻ പലപ്പോഴും പ്രിയപ്പെട്ട പ്രേക്ഷകരുമായി എപ്പോഴും ചർച്ച ചെയ്യാറുണ്ട്. ഓം ഐം ക്ലീം സൗം ഹ്രീം ഭദ്രകാള്യൈ നമഃ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശോഭനമായ നല്ലൊരു നാളെ പ്രാർത്ഥിക്കുന്നു. നന്ദി, നമസ്തേ.